ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ വെള്ളത്തിയിട്ട് ആട്ടി വെച്ചതാണ് കേട്ടോ. 2 ഗ്ലാസ് അരിയും 1/4 ഗ്ലാസ് ഉഴുന്നും കൂടി ഇട്ട് അരച്ച് വെച്ചതാണ്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഹെൽത്തി ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിടട്ടെ കേട്ടോ. ഒരു ഹെൽത്തി ദോശ എന്ന് പറഞ്ഞാൽ മുരിങ്ങയിലയും മൈസൂർ ചീര, അത് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. മൈസൂർ ചീര എന്ന് പറഞ്ഞാൽ വേലിച്ചീര, നമ്മൾ നാടൻ ഭാഷയിൽ വേലിച്ചീര എന്ന് പറയും. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്, നല്ല പൊന്തിയിരിക്കണത് കണ്ട. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ആദ്യം ഇതൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെക്കട്ടെ, എന്നിട്ട് പറയാം വിശേഷം. നല്ലോണം പൊന്തി ദോശയ്ക്കായിട്ട് പറ്റിയ പരുവമാണിത്. ഉപ്പ് മതി. ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ദോശയ്ക്ക് ഹെൽത്തി ദോശ എന്ന് പറഞ്ഞത് മുരിങ്ങയില ആണ്. മുരിങ്ങയില അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. മൈസൂർ ചീരയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞൊരു 3 ചോള ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഹെൽത്തി ദോശ ഉണ്ടാക്കുന്നത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ട് ദോശച്ചട്ടിയാണ്, ചൂടായിക്കോട്ടെ. അപ്പം ഈ മുരിങ്ങയിലയും മൈസൂർ ചീരയൊക്കെ ഹെൽത്തി ഉള്ള സാധനമാണ്. ഈ ദോശ പരത്തുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരേ നുള്ള് ഇല ഇട്ട് കൊടുത്താൽ മതി. 2-3 ചുവന്നുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയും എന്താ പറയുക, തേജസ്സും ഓജസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദോശ കഴിക്കാം. ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടാവും. ഈ ചീര, മുരിങ്ങയിലയും ചീരയൊക്കെ നല്ല ഇലക്കറികളല്ലേ ഇതൊക്കെ, ഇല ഭക്ഷണം, സസ്യഭക്ഷണം. അപ്പം ഇത് നമുക്ക് ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ, ചുട്ടെടുക്കാം കേട്ടോ. ചട്ടി ചൂടായി വരുന്നുണ്ട്, നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഓരോ തൂരി ഇങ്ങനെ വിതറി കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 2-3 ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് ഒരു തൈര് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, അതെല്ലാം താന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഹെൽത്തിയായ ഭക്ഷണമാണത്. ഈ ഇലക്കറികളെല്ലാം ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ മുരിങ്ങയിലയൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ.
മൈസൂർ ചീരയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ആരും അത് കാണാത്ത പോലെ ഇരിക്കുവാണ്. നല്ല ഹെൽത്തിയുള്ള സാധനമാണത്. ടേസ്റ്റാണ്. തോരനൊക്കെ വെച്ച് എന്ത് ടേസ്റ്റാണെന്നറിയാമോ അത്. നല്ല മണവും വരുന്നുണ്ട്, ഗുണമുണ്ട് ഇതിൻ്റെ കൊണ്ട്. ഇതൊന്ന് മറിച്ച് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. ഇല ഒന്ന് വാടണ്ടേ നമുക്ക്. വാടിക്കോട്ടെ കേട്ടോ. എടുത്ത് വയ്ക്കാം. അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇല തൂവി കൊടുക്കാം. ചുവന്നുള്ളി തൂകിയെടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. മുരിയട്ടെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അമർത്തി കൊടുക്കണം, അപ്പോഴേ വാടുള്ളൂ ഇലകൾ. ഒന്നും കൂടി മുരിയാനുണ്ട്, മുരിഞ്ഞോട്ടെ. അതെടുത്ത് മാറ്റി വെക്കാം. എല്ലാം തൂവി കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ദോശ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഇലക്കറികളും കൂടി കൊടുത്താൽ, ഇലക്കറിയല്ല, ഇല ഇതിനകത്ത് ചേർത്താൽ, ഇപ്പോൾ ചപ്പാത്തിക്കാണെങ്കിലും ഇതുപോലെ കുഴച്ച് ചേർക്കാം കേട്ടോ. നല്ല ഇതാണ്.
വളരെ ടേസ്റ്റിയായ ദോശയാണ് ഇട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുരിങ്ങയില എല്ലാവരും വീട്ടിൽ കാണണം. അപ്പോൾ അത് എല്ലാ കുട്ടികൾക്കും റെഡിയാക്കി കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ദോശയായിരിക്കും. നിസ്സാരമായിട്ട് കളയണ്ട ഈ ദോശ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഇലക്കറികളൊക്കെ ശരീരത്തിന് നല്ലതാണ്. സ്റ്റവ് ഓഫാക്കുവാണ്. അപ്പോൾ കണ്ടല്ലോ ദോശ മുരിങ്ങയിലയും മൈസൂർ ചീരയും കൂടി ഇട്ട് ഉള്ളിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ദോശയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ വരേക്കും ബായ്.